നീതിമാനായ ജോസഫ്. വീടിന്റെ വാതിൽക്കൽ കനത്ത ശബ്ദത്തിലുള്ള ഒരു മുട്ടൽ കേട്ട് മേരി ഞെട്ടുന്നു. നൂൽത്തണ്ടും തക്ലിയും ഉടനെ താഴെ വച്ചിട്ട് മേരി ചെന്നു വാതിൽ തുറന്നു. അവളുടെ വസ്ത്രം വളരെ അയവുള്ളതും വലുതുമാണെങ്കിലും ശരീരത്തിന്റെ വികാസം പെട്ടെന്നറിയാം. ഓ, ശരിയാണ്, എത്ര വലിയ വേദന! എന്തൊരു പീഡനം! നോക്കൂ, ഇന്നു രാവിലെ ചിലരെന്നോട് പറയുന്നു, നിന്റെ ചെന്നി രണ്ടും നരച്ചിരിക്കുന്നല്ലോ, നിന്റെ മുഖത്താകെ ചുളിവ് വീണല്ലോ എന്ന്. ഇക്കഴിഞ്ഞ ദിവസങ്ങൾ ഒരു 10 വർഷത്തേക്കാൾ ദീർഘമായിരുന്നു. എന്നാൽ മേരി, നിന്റെ ഈ മഹത്വം നിന്റെ ഭർത്താവായ എന്നിൽ നിന്ന് എളിമയോടെ മറച്ചുവെച്ച് ഞാൻ നിന്നെ സംശയിക്കാൻ ഇടയാക്കിയത് എന്തുകൊണ്ടാണ്? ജോസഫ് മുട്ടിന്മേലല്ല നിൽക്കുന്നതെങ്കിലും മുട്ടുകുത്തിയതുപോലെ താണ് കുനിഞ്ഞാണ് നിൽക്കുന്നത്. മേരി പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ കരങ്ങൾ ജോസഫിന്റെ തലയിൽ വയ്ക്കുന്നു. അവൾ മൃദുലസ്വരത്തിൽ പറയുന്നു, ഞാൻ ഏറ്റം പരിപൂർണമാംവിധം എളിയവളായിരുന്നില്ലെങ്കിൽ പ്രതീക്ഷിക്കപ്പെട്ടവനെ ഗർഭം ധരിക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം മനുഷ്യനെ നശിപ്പിച്ച അഹങ്കാരത്തിന് പരിഹാരം ചെയ്യുവാനാണ് അവൻ വരുന്നത്. ഞാൻ അനുസരിക്കുകയും ചെയ്തു. ദൈവം അതുപോലുള്ള അനുസരണം എന്നിൽ നിന്നാവശ്യപ്പെട്ടു. എനിക്ക് വളരെ വിഷമമുണ്ടായിരുന്നു. നീ നിമിത്തം നീ അനുഭവിക്കേണ്ട വിഷമോർത്ത് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ അനുസരിക്കല്ലാതെ ഞാൻ ഒന്നും ചെയ്യുകയില്ല. ഞാൻ കർത്താവിന്റെ ദാസിയാണ്. ദാസന്മാർ അനുസരിക്കല്ലാതെ ലഭിക്കുന്ന കൽപ്പനകളെക്കുറിച്ച് ചർച്ച ചെയ്യാറില്ലല്ലോ. ഏറെ കണ്ണീർ പൊഴിക്കേണ്ടി വന്നാലും അവർ അനുസരിക്കും, അല്ലേ? ജോസഫേ, ഇത് പറയുമ്പോൾ മേരി ശാന്തമായിരിക്കുന്നു. ജോസഫ് അത് മനസ്സിലാകാത്ത വിധത്തിൽ അത്ര ശാന്തനായി കരയുന്നു. കണ്ണീർത്തുള്ളി നിലത്തു വീഴുമ്പോഴാണ് ജോസഫ് അറിയുന്നത്, ഈശോ പാവപ്പെട്ട നമ്മുടെ പക്കലേക്ക് വരുന്നത് ദൈവത്തിൽ നമ്മെ സമ്പന്നരാക്കാനാണ്. നമ്മൾ അത് അംഗീകരിക്കാത്തതുകൊണ്ടുമാണ് നമ്മുടെ പക്കലേക്ക് ദൈവം വരുന്നത്. സന്തോഷിക്കു ജോസഫേ, എത്രയോ കാലമായി നമ്മൾ കാത്തിരിക്കുന്ന രാജാവിനെ ദാവീദിന്റെ ഭവനത്തിന് ലഭിച്ചിരിക്കുന്നു. ഭവനം സോളമന്റെ കൊട്ടാരത്തേക്കാൾ പ്രതാപമുള്ള സ്വർഗം ഇവിടെയായിരിക്കും. രഹസ്യം. പിൽക്കാലങ്ങളിൽ മാത്രം ആളുകൾ പരിചയപ്പെടാൻ പോക്കുന്ന സമാധാനത്തിന്റെ രഹസ്യം നമ്മൾ ദൈവവുമായി പങ്കുവയ്ക്കുകയായിരിക്കും. നമ്മുടെ ഇടയിൽ അവൻ വളരും. നമ്മുടെ കരങ്ങൾ കനുതൊട്ടിലായിത്തീരും. നമ്മുടെ ജോലികൊണ്ട് അവന് അപ്പം നേടിക്കൊടുക്കും. ഓ, ജോസഫേ, നമ്മെ അപ്പാ, അമ്മേ എന്ന് വിളിക്കുന്ന ദൈവത്തിന്റെ സ്വരം നമ്മൾ കേൾക്കും. ഓ, മേരി ആനന്ദാശ്രുക്കൾ പൊഴിക്കുന്നു. എത്ര മാധുര്യമേറിയ കണ്ണീർ! സമാധാനത്തിന്റെ. എന്റെ വിളറിയ മുഖം തെറ്റായി വ്യാഖ്യാനിക്കരുത്. മാനുഷികമായ ഭയം കൊണ്ടല്ല അതുണ്ടായത്. മാനുഷികമായ രീതിയിൽ കല്ലെറിഞ്ഞു കൊല്ലപ്പെടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കേണ്ടിയിരുന്നത്. എന്നാൽ അതോർത്തല്ല ഭയപ്പെട്ടത്. ജോസഫിന്റെ വേദന നിമിത്തമാണ് ഞാൻ സങ്കടപ്പെട്ടത്. ജോസഫ് എന്നെ കുറ്റപ്പെടുത്തും എന്നോർത്തു ഞാൻ അസ്വസ്ഥയായില്ല. എന്റെ ഏക ദുഃഖവും ഭയവും ജോസഫിന് ഉപവി ഇല്ലാതാകുമോ, എന്നെ കുറ്റപ്പെടുത്തുന്നതിൽ നിർബന്ധം പിടിക്കുമോ എന്നതായിരുന്നു. അതുകൊണ്ടാണ് ജോസഫിനെ കണ്ടപ്പോൾ എന്റെ രക്തമെല്ലാം ചങ്കിലേക്ക് പ്രവഹിച്ചത്. നീതിമാൻ പോലും ഉപവിയില്ലായ്മ നിമിത്തം നീതിരഹിതനാകാൻ സാധ്യതയുള്ള നിമിഷങ്ങളായിരുന്നു അവ. ഒരിക്കലും തെറ്റുപറ്റിയിട്ടില്ലാത്ത ഒരു നീതിമാൻ ഒരബദ്ധം പറ്റുകയാണെങ്കിൽ അതേക്കുറിച്ച് ഞാൻ അങ്ങേയറ്റം അസ്വസ്ഥയാകും. ജോസഫിനോട് ഞാൻ പറഞ്ഞതുപോലെ ഞാൻ അങ്ങേയറ്റം എളിയവളായിരുന്നില്ലെങ്കിൽ സ്വയം താഴ്ത്തിയ അവനെ ഉദരത്തിൽ വഹിക്കുവാൻ അർഹയാകുമായിരുന്നില്ല. മനുഷ്യവംശത്തിന്റെ അഹങ്കാരത്തിന് പരിഹാരം ചെയ്യാൻ ദൈവമായ അവിടുന്ന് തന്നെ എത്രയോ താഴ്ത്തി മനുഷ്യനായി. ദൈവദൂതന്റെ വാക്കുകളെ ചോദ്യം ചെയ്യാതെ ജോസഫ് വിശ്വസിച്ചു. വിശ്വസിക്കുകയാണ് വേണ്ടതെന്ന് ജോസഫ് അറിഞ്ഞിരുന്നു. കാരണം ദൈവം നന്മയാണെന്നും തന്റെ പ്രതീക്ഷ മുഴുവൻ ദൈവത്തിൽ നിക്ഷേപിച്ചിരുന്നാൽ നിരാശപ്പെടേണ്ടിവരികയോ ചതിക്കപ്പെടുകയോ മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെട്ട് പീഡിപ്പിക്കപ്പെടുകയോ ചെയ്യുകയില്ലെന്നും മാപ്പായിരുന്നു. എന്നെ വിശ്വസിക്കാനുള്ള കപ്പ മാത്രമേ അദ്ദേഹം ആവശ്യപ്പെട്ടുള്ളൂ. സ്വയം വളരെ ആത്മാർത്ഥതയുള്ള ആളായിരുന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് ആത്മാർത്ഥതയില്ലെന്നു വിചാരിക്കാൻ ജോസഫിനു കഴിഞ്ഞിരുന്നില്ല. നിയമം അനുസരിച്ചാണ് അദ്ദേഹം ജീവിച്ചത്. നിയമം അനുശാസിക്കുന്നതുപോലെ നിന്നെത്തന്നെ സ്നേഹിക്കുന്നതുപോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നാണ്. നമ്മെത്തന്നെ വളരെ സ്നേഹിക്കുന്നതുകൊണ്ട് നമ്മൾ പൂർണ്ണരാണെന്നു സ്വയം വിചാരിക്കുന്നു. വാസ്തവത്തിൽ നാം ഒട്ടും പൂർണ്ണരല്ല. അതിനാൽ മറ്റുള്ളവർ കുറ്റക്കാരെന്നു വിചാരിച്ച് അവരെ സ്നേഹിക്കാതിരിക്കാൻ ന്യായമുണ്ടോ? എങ്ങനെ ക്ഷമിക്കണം എന്നറിയാവുന്ന ഉപവി, ക്ഷമിക്കണമെന്നാഗ്രഹിക്കുന്ന ഉപവി, മുൻകൂട്ടി എല്ലാം ക്ഷമിക്കാൻ തയ്യാറായിരിക്കുന്ന ഉപവി, ഇതാണ് ഉപവിക്ക് വേണ്ട ലക്ഷണങ്ങൾ. എത്ര ന്യായങ്ങൾ ക്ഷമയ്ക്കെതിരായിട്ടുണ്ടായാലും ഉടനടി ക്ഷമിക്കുന്ന സ്നേഹം അഥവാ ഉപവി നമ്മിലുണ്ടായിരിക്കണം. പരിമിതിയില്ലാത്ത എളിമയും ഉണ്ടായിരിക്കണം. വെറും നിസ്സാര കാര്യങ്ങളിൽ പോലും തെറ്റുപറ്റാനിടയുണ്ടെന്ന് സമ്മതിക്കുന്നവരാകണം.
എനിക്ക് തെറ്റുപറ്റിയെന്നു പറയാൻ കഴിയാത്ത വിധം അഹങ്കാരികളാ കരുത്. ചെയ്ത കുറ്റത്തേക്കാൾ വലുത് ഈ അഹങ്കാരമായിരിക്കും. ദൈവമൊഴികെ എല്ലാവരും തെറ്റു ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരിക്കലും തെറ്റുകയില്ല എന്ന് ആർക്കു പറയാൻ കഴിയും? കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു ദൈവം നമ്മിൽ ചെയ്യുന്ന വലിയ കാര്യങ്ങളെക്കുറിച്ച് മൗനം പാലിക്കുന്ന എളിമ, ദൈവമഹത്വത്തിനായി അത് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്തപ്പോൾ അതേക്കുറിച്ച് മൗനം പാലിക്കുന്നത് വലിയ എളിമയാണ്. അത്രയും വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കാത്ത നമ്മുടെ സഹോദരങ്ങൾക്ക് മനസ്സിടിവു വരാതിരിക്കാനാണ് ഈ മൗനം. ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ അവിടുന്നു ആഗ്രഹിക്കുന്നെങ്കിൽ തന്റെ ദാസരിൽ അവിടുന്നു തന്നെ വെളിപ്പെടുത്തും. എലിസബത്ത് ഞാനെന്താകുന്നു എന്നു കണ്ടു. എന്റെ മണവാളൻ ഞാൻ എന്താക്കുന്നു എന്ന് അറിയുവാൻ തക്കസമയം വന്നപ്പോൾ അറിഞ്ഞു. തന്റെ ദാസരായ നമ്മെ അറിയിക്കുവാനുള്ള ജോലി കർത്താവിന് വിട്ടുകൊടുക്കുക. അത് ചെയ്യാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഒരു പ്രത്യേക ദൗത്യത്തിലേക്കുയരുന്ന ഒരു സൃഷ്ടി ദൈവത്തിന്റെ അനന്തമഹത്വത്തിലേക്ക് ചേർക്കപ്പെടുന്ന ഒരു പുതിയ മഹത്വമാണ്. മനുഷ്യൻ എന്തായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവോ അതിന് സാക്ഷ്യം വഹിക്കുകയാണ് ഈ സൃഷ്ടി ചെയ്യുന്നത്. പൂർണ്ണതയുടെ അധീപനായ ദൈവത്തിന്റെ ഒരു ചെറിയ പ്രതിച്ഛായയാണ് ഈ സൃഷ്ടി നിഴലിലും മൗനത്തിലും ജീവിക്കുക. കാരണം കൃപാവരത്താൽ അനുഗ്രഹിക്കട്ടെ. ജീവന്റെ വചസ്സുകൾ മാത്രം കേൾക്കുവാനും നിത്യമായി ആ സൂര്യൻ നിന്റെ മേലും നിന്നിലും ഉണ്ടായിരിക്കുവാനും അർഹയാകണം.